രാജ്യത്തെ കറൻസി മാനേജ്മെന്റ് രംഗത്ത് വൻ മാറ്റത്തിനൊരുങ്ങി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കുറഞ്ഞ മൂല്യമുള്ള 10-20 രൂപ നോട്ടുകളിൽ പോളിമർ അഥവാ പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാൻ RBI പദ്ധതിയിടുന്നു. പെട്ടെന്ന് കീറിപ്പോകുന്നതും അഴുകുന്നതുമായ പേപ്പർ നോട്ടുകൾക്ക് പകരം കൂടുതൽ ഈട് നിൽക്കുന്ന പോളിമർ നോട്ടുകൾ കൊണ്ടുവരുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അച്ചടി ചെലവ് ലാഭമാക്കാൻ കഴിയുമെന്നാണ് റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ. സാധാരണക്കാരിലേക്ക് വേഗത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന 10-20 രൂപയുടെ നോട്ടുകൾക്ക് പലപ്പോഴും ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ആയുസ് ലഭിക്കുന്നത്. ഇവ പെട്ടെന്ന് കേടാകുന്നത് മൂലം പുതിയ നോട്ടുകൾ അച്ചടിക്കുന്നതിനായി വൻ തുകയാണ് RBIക്ക് ചെലവാകുന്നത്. എന്നാൽ 100% പരുത്തി അധിഷ്ഠിതമായ പേപ്പറിന് പകരം പോളിമർ ഉപയോഗിക്കുന്നതിലൂടെ നോട്ടുകളുടെ ആയുസ് 2 മുതൽ 4 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. 1988-ൽ ഓസ്ട്രേലിയ തുടക്കമിട്ട പോളിമർ കറൻസി നിലവിൽ UK, കാനഡ, ന്യൂസിലാൻഡ് ഉൾപ്പെടെ 60ഓളം രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം, ഈർപ്പം, എണ്ണ എന്നിവയെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയും അത്യാധുനിക സെക്യൂരിറ്റി ഫീച്ചറുകളും വഴി വ്യാജ നോട്ടുകൾ തടയാനാകുമെന്നതും പോളിമർ നോട്ടുകളുടെ പ്രധാന മേന്മയാണ്. എന്നാൽ ഭാരതത്തിൽ ഇവ നടപ്പിലാക്കുന്നതിൽ പ്രധാന വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. പോളിമർ ഷീറ്റുകൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്നതും ഭാരതത്തിലെ കടുത്ത ചൂടിലും മഴയിലും ഇവ ഒപ്പിയെടുക്കാനോ മങ്ങാനോ ഉള്ള സാധ്യതയും ആശങ്ക ഉയർത്തുന്നു. എങ്കിലും ഭാവിയിൽ അച്ചടി ചെലവുകൾ കുറയ്ക്കുവാനും കറൻസി സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും ഈ പരീക്ഷണം വഴിയൊരുക്കുമെന്നാണ് RBI വ്യക്തമാക്കുന്നത്. ജനം, ഡൽഹി.